ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സെൻറ് തോമസ് മാർത്തോമ്മ സാന്റക്രൂസ് ഇടവയുടെ ഔദ്യോഗിക ഭാരവാഹികളെ, ഇടവ അംഗങ്ങളെ, സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. 62ാമത് ഇടവദിനം കൊണ്ടാടുന്ന സെൻറ് തോമസ് മാർത്തോമ്മ ഇടവയ്ക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വാഴ്വുകളും ദൈവം ഉയരത്തിൽ നിന്ന് നൽകട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയുടെ പേരിലുള്ള ആശംസകൾ ഈ അവസരം ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം നിങ്ങളോട് സംസാരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ നിന്നൊക്കെ അകലെയാണ് എന്നൊരു ബോധ്യമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയല്ല എന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. 4 വർഷത്തോളം ഈ ഇടവയിൽ ജീവിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും അപ്രകാരം ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതരായി തീരുന്നതിനും ഇടയായിട്ട് തീർന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. വൈദിക സെമിനാറിലെ പഠനമൊക്കെ കഴിഞ്ഞ അവസരം എനിക്ക് 23 വയസ്സേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് 24 വയസ്സ് വേണം കസീശയായിട്ട് എവിടെയെങ്കിലും നിയോഗിക്കപ്പെടുവാനായിട്ട്. അതുകൊണ്ട് തള്ളിക്കളഞ്ഞ ഒരു കല്ലാണ് ഈ സെൻറ് തോമസ് ഇടവയിൽ ശുശ്രൂഷയ്ക്കായിട്ട് വന്ന് ചേർന്നത്. അന്ന് ഇവിടെ പരേതനായ MP തോമസ് അച്ഛൻ കുടുംബമായിട്ട് പാർത്ത് ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന കാലഘട്ടമാണ്. അന്നുണ്ടായിരുന്ന പല ആളുകളും ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയിട്ടുണ്ട് എന്നത് ഞാൻ ഈ അവസരം ഓർക്കുന്നു. കുറേ ആൾക്കാർ ഇവിടെയുണ്ട്, പുതുതായിട്ട് വന്നു ചേർന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. അന്നുണ്ടായിരുന്ന ഇടവക ഇന്ന് പല ഇടവകളായിട്ട് ഈ പ്രദേശത്ത് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നത് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് സമയവും സാവകാശമൊക്കെ വേർതിരിച്ച് ആരാധനയിൽ വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ എനിക്കേറെ സന്തോഷവും അപ്രകാരം ഈ ദിവസം ക്രമീകരിച്ച് തന്നതിൽ വികാരി അച്ഛന്മാരോടും ഇടവ ചുമതലക്കാരോടും ഒക്കെയുള്ള എൻ്റെ നന്ദി ഞാൻ ഈ ദിവസം അറിയിക്കുകയും ചെയ്യുന്നു. നല്ല രാത്രിയിൽ വൈകിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. നല്ല മഴയുണ്ടായിരുന്നു. കേരളത്തിൽ റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഡീറ്റൂർ ചെയ്ത് ഏകദേശം 90 മിനിറ്റ് അധികം ഓടിയാണ് ഞാൻ എയർപോർട്ടിൽ വന്നു ചേർന്നത്. ഫ്ലൈറ്റ് തന്നെ മിസ് ചെയ്യുമോ എന്ന് പേടിയുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ലേറ്റായിട്ടാണെങ്കിലും ഇവിടെ എത്തിച്ചേരുന്നതിനായിട്ടിടയായി തീർന്നത് കൊണ്ട് ഇന്ന് രാവിലെയുള്ള ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനും നിങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനുമൊക്കെ ഇടയായിട്ട് തീർന്നു. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച 28ഓളം യുവതി യുവാക്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അപ്രകാരം അവരെ പരിശീലിപ്പിച്ച് ഇന്ന് അവർ സമർപ്പിതരായി തീരുന്നതിനും കമ്മ്യൂണിക്കൽ മെമ്പേഴ്സായിട്ട് തീരുന്നതിനും വേണ്ട പ്രോത്സാഹനം നൽകിയ മാതാപിതാക്കളോടും അവരുടെ തലതൊട്ടതായിട്ടുള്ള മാതാപിതാക്കളോടും ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകളെടുത്ത് അവരെ സഹായിച്ചതായിട്ടുള്ള വികാരി അച്ഛന്മാരോടുമൊക്കെ ഉള്ള സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നതോടൊപ്പം അവരെ എല്ലാവരെയും ഇടവയുടെ പേരിലും സഭയുടെ പേരിലും ഞാൻ അനുമോദിക്കുകയും ചെയ്യുന്നു. രാവിലെ ആരാധന മധ്യേ ഒരു വചന ശുശ്രൂഷ നടത്തിയതാണ് എന്നുള്ളത് കൊണ്ട് ഏറെ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. പ്രിയപ്പെട്ട വികാരി അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, നമ്മളുടെ ഇടവക സജീവമായിട്ട് തീരേണ്ടത് അംഗസംഖ്യ കൊണ്ടും ആളിൻ്റെ ബലം കൊണ്ടുമല്ല, അല്ലെങ്കിൽ ആളുകളാൽ നിർമ്മിതമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടുമല്ല, ദൈവമുള്ള ജനമായിട്ട് ജീവിക്കുന്നതിലൂടെയും ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സമൂഹമായിട്ട് തീരുന്നതിലൂടെയുമാണ് എന്നത് ഏവരും ശ്രദ്ധിച്ചു എന്നത് ഞാൻ വിചാരിക്കട്ടെ. നവീകരണ സഭ എന്നുള്ള നിലയിൽ തുറന്ന വേദപുസ്തകത്തിനാണ് നാം പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മോട് ചോദിക്കേണ്ട ആവശ്യകതയുണ്ട്. പേഴ്സണൽ ബൈബിൾ സ്റ്റഡിക്കും ഫാമിലി ബൈബിൾ സ്റ്റഡിക്കുമൊക്കെ നാം സമയം വേർതിരിക്കുന്നുണ്ടോ എന്നുള്ളത്.
ഒരു കാലഘട്ടത്തിൽ വിശ്വാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഉളവാകുന്ന അവസരത്തിൽ നമ്മളുടെ പിതാക്കന്മാരെ മാതാപിതാക്കൾ ചോദിക്കുന്നതായിട്ടൊരു ചോദ്യമുണ്ട്. വേദപുസ്തകത്തിൽ ഏത് വാക്യത്തിനനുസൃതമായിട്ടാണ് ഈ ഒരു ആചാരം സഭയിലുള്ളത് എന്നത്. അതുപോലെ വേദപുസ്തകം നെഞ്ചോടെ ചേർത്ത് പിടിക്കുന്നതായുള്ളൊരു സമൂഹമായിട്ടാണ് നവീകരണ സഭയിൽ എല്ലാവരെയും കാണപ്പെടുവാനായിട്ടിടയായി തീർന്നത്. എന്നെ പഠിക്കുവാൻ വേറെ ഏറെ പുസ്തകങ്ങളുള്ളത് കൊണ്ടും ഡിജിറ്റൽ വേൾഡിലേക്കൊക്കെ പ്രവേശിച്ചതുകൊണ്ടുമൊക്കെ വേദപുസ്തകം ജീവിതത്തിൽ മാറ്റപ്പെട്ടുവോ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അരുത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശവുമാണ്. അങ്ങനെ പ്രകാശിതരായി തീർന്ന സഭാംഗങ്ങളാണ് പ്രകാശിക്കപ്പെട്ട ഈ സഭയിൽ ലൈറ്റ് ടു ലൈറ്റ് എന്നുള്ള ആപ്തവാക്യത്തോടുകൂടി ജീവിക്കുവാൻ്റെ കോണം ഇടയായിട്ടെത്തിയിരുന്നത്. ഒരു ഇടവയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ദൈവത്തിന് ജനമുണ്ടാവുന്നതിലൂടെയാണ്. എ പ്രേയിങ് കമ്മ്യൂണിറ്റി. ഒരു വലിയ കത്തീഡ്രൽ കാണുവാനായി സന്ദർശകർ വന്ന അവസരത്തിൽ, പാശ്ചാത്യ നാട്ടിലാണ്, അവിടുത്തെ രീതി അനുസരിച്ച് അവിടെ വന്ന സന്ദർശകരെ ഗ്രീറ്റ് ചെയ്യുവാനായിട്ട് പ്രധാന വാതിൽക്കൽ തന്നെ ഇടവക പട്ടക്കാരനുണ്ടായിരുന്നു. എന്നാലൊരു കൂട്ടം സന്ദർശകരാണ് അന്ന് രാവിലെ പള്ളിയിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇടവക പട്ടക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് ഡു യു വോണ്ട് ടു സീ ദ പവർ പ്ലാന്റ് ഓഫ് ദിസ് പാരിഷ്? അപ്പോൾ ഈ പാശ്ചാത്യ നാട്ടിലായതുകൊണ്ട് എയർ കണ്ടീഷനിങ്ങും ഹീറ്റിങ്ങും ഒക്കെ ഉള്ള സംവിധാനം. അപ്പോൾ ബേസ്മെൻറ്റിൽ അതിൻ്റെ യന്ത്ര സംവിധാനങ്ങളെല്ലാം ടെക്നോളജിക്കൽ വേൾഡിൻ്റെ മാഹാത്മ്യം കാണുവാനായിട്ട് കഴിയും എന്നുള്ള ചിന്തയിൽ യെസ് വി വോണ്ട് ടു സീ ഇറ്റ്. അപ്പോൾ അദ്ദേഹം അവരെ ബേസ്മെൻറ്റിലേക്ക് തന്നെ കൊണ്ടുപോയി. ബേസ്മെൻറ്റിലെ പ്രധാന വാതിൽ തുറന്നതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, യു ക്യാൻ ഗോ ഇൻ ആൻഡ് സീ. അങ്ങനെ അവർ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കാണുവാനായിട്ടിടയായിട്ട് തീർന്നത് നിരന്തരയായി മുട്ടുകുത്തി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ്. വളരെ അത്ഭുതത്തോടുകൂടി മുമ്പോട്ട് പോയ ആൾക്കാർ പുറകോട്ടിറങ്ങുന്നതിന് ശേഷം, ഈസ് ദിസ് വാട്ട് യു മെൻ ബൈ പവർ പ്ലാൻ? അപ്പോൾ പറഞ്ഞു, it is because of the power generated by this praying community that the worship becomes relevant and meaningful every day in this church. ദേവാലയത്തിൽ വരുന്നതായിട്ടുള്ള ആളുകൾ ഇത് പ്രത്യേകം ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സാന്റാക്രൂസ് ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന അവസരത്തിൽ ബസ്സുമൊക്കെ കയറി ട്രെയിനിലൊക്കെ കയറി ഇവിടെ വന്നിറങ്ങി ഇതിൻ്റെ വാതിലുകളൊക്കെ പഴയത് തന്നെയാണ്. അതിലേക്ക് കയറുന്ന അവസരത്തിൽ വാതിൽക്കൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അകത്തേക്ക് വന്ന് ബെഞ്ചയിലിരിക്കുന്നതായിട്ടുള്ള ആൾക്കാരുള്ളതായിട്ടുള്ള സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. ഇന്നുള്ള പോലെ സ്ഥല സൗകര്യങ്ങൾ ഇല്ലായിരുന്ന അവസരത്തിൽ എൻ്റെ സെക്കൻഡ് ഓർഡിനേഷന് ക്ലർജി ആയിട്ട് തീർന്ന, ഡീക്കൻ കഴിഞ്ഞ് ക്ലർജി ആയി തീർന്നതായിട്ടുള്ള സെക്കൻഡ് ഓർഡിനേഷൻ ഫെബ്രുവരി 24 ഇവിടെ വെച്ച് നടന്നത്. അതൊരു ശനിയാഴ്ച വൈകിട്ട്. 23 വൈകിട്ട് പ്രിപ്പറേഷനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അന്ന് സെലിബ്രൻ്റ് ഞങ്ങൾക്ക് പട്ടം തരുന്നതായിട്ടുള്ള എപ്പിസ്കോപ്പാരുടെ കൂടെ സമയം ചെലവഴിക്കുന്ന അവസ്ഥയുണ്ട്. നിങ്ങൾക്കറിയാമോ എവിടെയാണ് എനിക്ക് അപ്രകാരം തിരുമേനിയുമായിട്ട് സമയം ചെലവഴിക്കുവാനിടയായി തീർന്നത് എന്നത്? എൻ്റെ നേരെ അടുത്ത വശത്ത് കാണുന്നതായില്ലേ കവാടത്തിലൂടെ പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നാണ് ഞങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് സംസാരിച്ചതും തിരുമേനി പ്രാർത്ഥിച്ചതും. പിന്നീടാണ് അടുത്ത ദിവസം ഇവിടെ വെച്ചുള്ള ശുശ്രൂഷകളൊക്കെ നടക്കുന്നതിനിടയായിട്ടെത്തുന്നത്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ വന്നു ചേരുന്നതായുള്ള ദൈവത്തിൻ്റെ ജനം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ കാണാനായിട്ടും ദൈവവുമായിട്ട് സംസാരിക്കുന്നതിനായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായിട്ടും ആ അനുഗ്രഹത്തോടുകൂടി ഈ ലോകത്തിൽ അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതിനുമായി വിളിച്ച് വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനമാണ്. വി ആർ എ ഡിസ്റ്റിങ്വിഷ്ഡ് കമ്മ്യൂണിറ്റി. Distinguished because God has blessed us. Distinguished because we go out into the world with the living God, the working God, the one who is live and dynamic. ആ ജീവനും ചൈതന്യവും ജീവിതത്തിൽ കാണപ്പെടുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരണം. അതുകൊണ്ട് തന്നെ ഈ ബോംബെയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ
ഓർക്കുക, നമ്മളുടെ വിശ്വാസ ജീവിതം ഒരു പിൽഗ്രിമേജാണ്. അതുകൊണ്ട് നമ്മളൊരു പിൽഗ്രിം കമ്മ്യൂണിറ്റിയാണ്, ഒരു തീർത്ഥയാത്രയാണ് നാം നടത്തുന്നത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ആ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ യാത്രയിൽ നാം ദൈവത്തെ കണ്ടുമുട്ടുന്ന ജനമാണ് എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഏത് യാത്രയിലും ദൈവത്തെ കണ്ടുമുട്ടുന്നതായിട്ടുള്ള ജനമാണ്. മദർ തെരേസ അവരുടെ ഗ്രൂപ്പ് ഓഫ് മിഷണറീസുമായിട്ട് കൽക്കട്ടയിൽ ജീവിച്ചതായിട്ടുള്ള അവസരത്തിൽ അവരെ കാണാൻ പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസവും കൽക്കട്ട സന്ദർശിച്ച അവസരത്തിൽ അവിടെ പോകുന്നതിനൊക്കെ ഇടയായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളത്, മദർ തെരേസയുടെ ഭൗതിക ശരീരം അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അടക്കം ചെയ്തിരിക്കുന്ന നിലയിലും പ്രാർത്ഥിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ മുകളിൽ സാധാരണയായിട്ട് അവർ ഒരുമിച്ച് കൂടി കമ്മ്യൂണിറ്റിയായിട്ട് പ്രാർത്ഥിക്കുന്നതായുള്ള സ്ഥലമുണ്ട്. രാവിലെ 5 മണി തൊട്ട് 5:30 വരെയുള്ള അവസരത്തിൽ അവർ ചാപ്പലിൽ ഒരുമിച്ച് കൂടി നിരനിരയായിട്ട് ഇരുന്ന് ദൈവത്തെ പാടി സ്തുതിക്കുകയും ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് അവിടെ വെച്ചിരിക്കുന്ന ക്രൂസിഫിക്സിൻ്റെ അടുത്ത് നിന്ന് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ വടുക്കളിൽ തൊട്ട് സ്പർശിച്ച് ധ്യാനിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിലാണ് ഓടയിൽ വീണ് കിടക്കുന്നതായുള്ള മനുഷ്യരെ, നിർധനരായിട്ടുള്ള മനുഷ്യരെയൊക്കെ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കി വാരിയെടുത്ത് അവരുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുവാണ്ടൊക്കെയാണ് അവർക്കിടയായിട്ടെത്തിയിരുന്നത്. നമ്മൾ പറയും അവരൊക്കെ സ്ട്രേഞ്ചേഴ്സാണ്, ബെഗേഴ്സാണ്, അൺവാണ്ടഡ്, മാർജിനലൈസ്ഡ്. എത്രയോ പേരുകൾ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഹീ ഈസ് മൈ ബ്രദർ, ഷീ ഈസ് മൈ സിസ്റ്റർ, ഇങ്ങനെ പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തി വേണ്ട ശുശ്രൂഷ നൽകി. 1 മിനിറ്റ് മാത്രമേ ഉള്ളൂവെങ്കിലും ജീവൻ്റെ അനുഭവത്തിൽ അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു അരിമനാഥൻ അവരിലൂടെ വെളിപ്പെടുന്നു എന്ന ബോധ്യം നൽകി കൊടുക്കുവാണ്ടൊക്കെ അവരെ പരിശ്രമിക്കുന്നുണ്ട്. ഇതൊരു വേസ്റ്റാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം, എന്നാൽ അങ്ങനെയല്ല. ലാസ്റ്റ് ബ്രെത്ത്, അവസാന നിമിഷം ശ്വസിക്കുന്നതിന് മുമ്പായിട്ട് തങ്ങളെ കരുതുന്ന ഒരു സമൂഹം ഈ ലോകത്തിലുണ്ട്. ആർക്കും വേണ്ടാത്തതായി തള്ളപ്പെട്ടതായിട്ടുള്ള ജീവിതമല്ലേ, ആരും നോക്കാനായിട്ടില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ജീവിതമല്ലേ, രോഗിയായി തീർന്നത് കൊണ്ട് ആശുപത്രിയിലൊന്നും ശുശ്രൂഷ ലഭിക്കാതെ വഴിയിൽ തള്ളപ്പെട്ടതായിട്ടുള്ള ആളുകളല്ലേ. അങ്ങനെ തള്ളപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും വേണ്ടാത്തതായി കിടക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ അല്ല. നിങ്ങൾ ദൈവരാജ്യത്തിൽ അംശികളാണ് എന്നത് അവർക്ക് ബോധ്യം നൽകുവാണ്ടൊക്കെ സ്നേഹമസൃണമായിട്ടുള്ള ശുശ്രൂഷ നൽകിക്കൊടുക്കുവാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള മദർ തെരേസയും അതിനുശേഷമുള്ള സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയും ഒക്കെയാണ് നമുക്ക് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞ് കേൾക്കുവാനായിട്ടിടയാവുന്നത്. ഹിന്ദുസ്ഥാൻ ലീവറിൻ്റെ ഡയറക്ടറായിരുന്ന ടി തോമസ് ഇപ്പോൾ എല്ലാം മരിച്ചുപോയി. ഞാൻ സംസ്കാര ശുശ്രൂഷയ്ക്ക് ബോംബെയിൽ വന്നിരുന്നു. അദ്ദേഹം ഇവിടെ ഒന്ന് യാത്ര ചെയ്ത് കൽക്കട്ടയിൽ പോകും. എന്തിനാ? ആ മദർ തെരേസയുടെ കൂടെ തടി ബെഞ്ചിൽ ഇരുന്ന് സംസാരിക്കുവാനായിട്ട്. അമ്മയോട് സംസാരിക്കുന്നത് തൻ്റെ ജീവിതത്തിന് റിഫ്രഷിംഗ് ആണ്, തൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതാണ്, തന്നെ റിവൈവ് ചെയ്യുന്നതാണ്, റീഎക്യുപ്പ് ചെയ്യുന്നതാണ്. ഇത് മനസ്സിലാക്കി അവിടേക്ക് പോകുന്നതായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ലീവറിൻ്റെ ഡയറക്ടറായിരുന്ന മിസ്റ്റർ ടി തോമസ് എത്രമാത്രം ഇതിനെ വിലമതിച്ചിരുന്നു എന്നത് മനസ്സിലാക്കേണ്ടതാണ്. നമുക്കെല്ലാം കൽക്കട്ടയിൽ പോകണമെന്നോ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയെ കാണണമെന്നല്ല ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതായിട്ടുള്ള വ്യക്തികൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള ഗുണഗണങ്ങളോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ടും അത് നമ്മളുടെ ജീവിതത്തിന് ഒരു വ്യത്യസ്തത നൽകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു വ്യത്യാസമുണ്ട് എന്നത് അവർക്ക് ബോധ്യപ്പെടുവാൻ്റെ നമ്മളുടെ സമീപനം സഹായമായിട്ട് തീരും എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. ഗുജറാത്തിലുള്ള അമുൽ സ്ഥാപിക്കുവാൻ്റെ ഇടയായിത്തുന്നതായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ നിങ്ങൾക്ക് പരിചയമുള്ളതായിട്ടുള്ള ആളാണല്ലോ, നമുക്ക് പരിചയമുള്ളതായിട്ടുള്ള ആളാണ്. ഒരു ധവള വിപ്ലവം തന്നെ ഗുജറാത്തിൽ ഉളവാകുവാനായിട്ടിടയായിട്ടെത്തുന്നത് ആനന്ദ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഈ രാഷ്ട്രത്തിന് ആവശ്യമായിരിക്കുന്ന പാല് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുവാനായിട്ട് സാധ്യമാണ് എന്നത് ചരിത്രത്തിൽ തെളിയിച്ചത് കൊണ്ടാണ്.
എന്നാൽ എങ്ങനെയാണ് അത് ചെയ്തത്? അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖലകളിൽ നേരിട്ട് ഇറങ്ങിച്ചെന്ന് കാണുന്നതിനും ആളുകളുമായിട്ടൊക്കെ ഇടപെടുന്നതിനും സമയം കണ്ടെത്തിയിരുന്നു എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. ഒരു പ്രത്യേക അവസരത്തിൽ അങ്ങനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം ഈ പാല് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് തൻ്റെ ഫാക്ടറിയിൽ കൊണ്ടുവരുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു പാത്രത്തിൽ നിന്ന് ഒരാളെ പാല് ഊറ്റി കുടിക്കുന്നത് കാണുകയുണ്ടായി. നേരെ മുമ്പിൽ താൻ ആ ഡയറി ഫാക്ടറിയുടെ ഉടമയാണ്. നേരെ മുമ്പിൽ പാല് ഊറ്റി കുടിച്ചതായിട്ടുള്ളൊരു മനുഷ്യനെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്ത് ചെയ്യണം? നാം എന്ത് ചെയ്താന്? ഞാൻ പറയും, ആ മനുഷ്യനെ പിരിച്ചുവിട്ടേനെ, അല്ലെങ്കിൽ അവൻ്റെ ജോലി പോയി, തീർന്നു. അദ്ദേഹം തിരിച്ച് തൻ്റെ ഓഫീസിൽ ചെന്നതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എല്ലാവരെയും അറിയിച്ചു, നാളെ മുതൽ ഈ ഡയറി ഫാമിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള എല്ലാവർക്കും 1/2 ലിറ്റർ പാല് സൗജന്യമായിട്ട് നൽകണം. നീതിയുക്തമായുള്ള ഒരു പരിഹാരവും കണ്ടെത്തുവാൻ്റെ കോണം അദ്ദേഹത്തിന് അത് ഇടയായിട്ട് തോന്നുന്നു. പ്രോബ്ലമാറ്റിക് വേൾഡിലാണ് നാം ജീവിക്കുന്നത്. അച്ഛൻ എന്നെ അനുമോദിച്ചതായിട്ടുള്ള അവസരത്തിൽ ഞാൻ പഠിച്ചതായിട്ടുള്ള കോളേജിലെ ഒരു സംഭവത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇന്നത്തെ ലോകത്തിൽ. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം, ഇൻറ്റഗ്രിറ്റി ഉള്ളതായിരിക്കണം എന്നത് പറയുമ്പോൾ ടോപ്പ് ടു ബോട്ടം വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ ഐ ക്യാൻ സേ അങ്ങനെയുള്ളവരെ ഇന്ന് കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. മുറ്റത്തെ കരിവേപ്പില ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് പറിക്കാതെ പച്ചക്കറി കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കുന്ന കൂട്ടത്തിൽ കരിവേപ്പിലയും കൂടെ വാങ്ങിച്ച് അതിനെ കിട്ടുന്ന ബോണസ് പോക്കറ്റിലിടാൻ ശ്രമിക്കുന്നതായുള്ള വ്യക്തികളാണ് ഇന്നത്തെ ലോകം. എനിക്കെന്ത് കിട്ടും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ കിട്ടുന്നതിനെക്കുറിച്ച് യാതൊരു ജാള്യതയുമില്ല, യാതൊരു പ്രയാസവുമില്ല. അങ്ങനെയാണോ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നത് ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. കണ്ടുകിട്ടാൻ പ്രയാസമാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അക്കൗണ്ടബിൾ ആയിട്ടുള്ള, ഇൻറ്റഗ്രിറ്റി ഉള്ളതായിട്ടുള്ള ആളുകളെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. ശരിയാണ്, ദൈവസന്നിധിയിൽ വരുമ്പോൾ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. സിന്നേഴ്സാണ് ഈ ലോകത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൈകഴുകി മാറുന്നതിനായിട്ട് സാധിക്കും. ബട്ട് വാട്ട് ഈസ് ദി uniqueness that we have as a faith community? What is the uniqueness in being a Christian? What is the uniqueness in being the children of God? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയുന്നതിനനുസരിച്ചിരിക്കും സാക്ഷ്യ സമൂഹമായിട്ട് എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിപ്പാനിടയാവുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം. വളരെ ലളിതമായിട്ടുള്ളൊരു സംഗതി. ഒരിക്കൽ TN ശേഷൻ അറിയാമല്ലോ, ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആയിരുന്ന ആൾ. അദ്ദേഹം തൻ്റെ ഭാര്യയുമായി ഒരു സംസ്ഥാനത്തെ ഗ്രാമപ്രദേശത്തൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഈ വൃക്ഷത്തിൻ്റെ അഗ്രത്തെ തൂങ്ങിക്കിടക്കുന്ന കുരുവിക്കൂടുകൾ കാണുകയുണ്ടായി. ധാരാളം കുരുവിക്കൂടുകൾ കാണുകയുണ്ടായി. ആ പ്രദേശത്ത് അപ്രകാരം കുരുവികളുണ്ട് എന്നും കുരുവികൾ കൂടുകളൊക്കെ കിട്ടിയാണ് അതിനകത്ത് അവിടെയൊക്കെ ജീവിക്കുന്നത് എന്നതൊക്കെയും കാണുന്ന ഒരു മനോഹരമായുള്ള സൗന്ദര്യം കണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ TN ശേഷൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് അതിലൊരു 2 എണ്ണം കിട്ടാമെങ്കിൽ നല്ലതാണ്, വീട്ടിൽ അലങ്കരിക്കാൻ കൊള്ളാമല്ലോ. TN ശേഷനല്ലേ, ചോദിച്ചാൽ കിട്ടാത്ത കാര്യം വല്ലതുമുണ്ട്. അദ്ദേഹം വണ്ടി നിർത്തി ചുറ്റുപാടും നോക്കിയപ്പോൾ ആ ഫീൽഡിലെ ഒരു ബാലനെ കണ്ടു. അവനെ അടുക്ക വിളിച്ചു, അവനോട് പറഞ്ഞു, നീ കുരുവിക്കൂടുകൾ 2 എണ്ണം പറിച്ച് തരാമെങ്കിൽ നിനക്ക് ഞാൻ 5 രൂപ തരാം. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ സാധിക്കുകയില്ല. അപ്പോൾ TN ശേഷം വിചാരിച്ചു താൻ കൊടുക്കുന്ന തുകയുടെ കുറവ് കൊണ്ടായിരിക്കും അവനങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു, വെൽ ഐ വിൽ ഗിവ് യു 10 rupees. അവൻ പറഞ്ഞു, 5 രൂപയും 10 രൂപയും ഒന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം, ഞാനിത് പറിച്ച് സാറിന് തന്നു കഴിഞ്ഞിട്ട് ഞാനിവിടെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ബാലനാണ്.
ഇന്ന് വൈകിട്ട് ഇതിൻ്റെ തള്ളപ്പക്ഷി വരും. ഈ കൂട്ടിനകത്തൊരു പക്ഷേ മുട്ടയോ ഈ മുട്ടയിൽ നിന്ന് വിരിഞ്ഞതായുള്ള കുഞ്ഞുങ്ങളോ ഒക്കെ കാണും. അത് കാണാതെ വരുന്ന അവസരത്തിൽ ആ തള്ളപ്പക്ഷിയുടെ കരച്ചിൽ കേൾക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതെൻ്റെ കരൾ, എൻ്റെ ഹൃദയം പൊട്ടിക്കുന്നതായിട്ടുള്ള കരച്ചിലാണ്. I cannot do this. It's not the matter of 5 rupees or 10 rupees. It's the matter of value that this child is holding. The value this child is holding. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ പർവ്വത പ്രസംഗത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. നത്തിങ് ലെസ് ദാൻ ദാറ്റ്. ദൈവത്തെക്കുറിച്ച് പറയുന്നത് സൽഗുണപൂർണനാണ് എന്ന്, പെർഫെക്റ്റ്, ഫുൾ. അതുപോലെ നിങ്ങളും യു ഷുഡ് ബി പെർഫെക്റ്റ് ആൻഡ് ഫുൾ. ചുരുക്കി പറയട്ടെ, എങ്ങനെയാണ് നമ്മളുടെ അനുദിന ജീവിതം ഈ ലോകത്തിൽ നയിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നാം ആരെ വിശ്വസിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു എന്ന് ലോകം അറിയുവാനായിട്ടിടയാവുന്നത്. ഇന്നത്തെ ബൈബിൾ ഡിവോഷന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച അവസരത്തിൽ സാത്താനെക്കുറിച്ചൊരു കഥ വായിക്കുകയുണ്ടായി. തിരുമേനിക്ക് സാത്താൻ്റെ കഥയാണ് രാവിലെ വായിക്കാൻ കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. അത് വായിച്ചു. അതിനകത്ത് ഈ സാത്താൻ ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു ഭക്തനായിട്ടുള്ള വയോജനത്തിൻ്റെ അടുത്ത് ചെന്നു, വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ്റെ അടുത്ത് ചെന്നു. ഈ വൃദ്ധനായ മനുഷ്യന് ഇതിനകത്ത് എന്തോ അപാകതയുണ്ട് എന്നത് മനസ്സിലായി. അതുകൊണ്ട് ഇദ്ദേഹത്തോടെ ചില കാര്യങ്ങളൊക്കെ, സാത്താനോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ചോദിച്ചു, നീ ഉയർത്തെഴുന്നേറ്റ യേശുവാണെന്നല്ലേ അവകാശപ്പെടുന്നത്? എങ്കിൽ ആ യേശുവിൻ്റെ ശരീരത്തിലുള്ള 5 മുറിവുകളൊന്ന് കാണിച്ചു തരാമോ? അതില്ല. ഉടനെ ഉണ്ടാക്കാനും പ്രയാസമാണ്. 5 മുറിവുകൾ ശരീരത്തിലുള്ളത് യേശു മറച്ചു വെച്ചില്ല എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. രോഗികളെ സൗഖ്യമാക്കിയതായുള്ള കർത്താവിന് ഈ മുറിവുകളൊക്കെ മാറ്റിക്കളയുന്നതിന് തന്നെ വിഷമം. എന്നാൽ ഈ മുറിവുകൾ മാറ്റിക്കളയാതെ ഈ മുറിവോടുകൂടിയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. ഇന്ന് വായിച്ച വേദഭാഗത്തെ തോമസ് അപ്പോസ്തലനോട് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത്, എൻ്റെ ഈ കരം കാണും, നിൻ്റെ കൈനീട്ടി എൻ്റെ വിലാപ്പുറത്തിട്ടു. ഈ മുറിവുകളൊന്നും എനിക്ക് മറച്ചു വയ്ക്കുവാനായിട്ടില്ല. ഈ മുറിവേറ്റതാണല്ല ഞാനാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാനിടയാവുന്നത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരികളെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറെ ആഗ്രഹം കംഫർട്ടബിളായിട്ടുള്ള ലൈഫാണ്. What is necessary in Christian life is not a secure life but a sacrificial life. തിരുമേനിക്ക് ഇങ്ങനെ എത്ര വേഗം പറയാം, എന്നാ ഗുണം. What is necessary is not secure life. What is necessary is sacrificial life. ഒരു മനുഷ്യ ജീവിതത്തെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് സാക്രിഫിഷ്യൽ ആയിട്ട് ജീവിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. സംശയമൊന്നും വേണ്ട. എന്നാൽ ഒരു തൊട്ടാവാടി ശരീരത്തിൽ തൊട്ടാൽ നമ്മൾ വിഷമിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. ഒരു സിറിഞ്ച് കണ്ടാൽ ഇപ്പം കരയത്തില്ലായിരിക്കും, എന്നാൽ കരഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഒട്ടും വേദന എന്ന് പറയുന്നത് ഉണ്ടാവരുത്. അത് നമുക്കുണ്ടാവരുത് എന്ന് മാത്രമല്ല, നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉണ്ടാവരുതെന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ജീവിതം അങ്ങനെയല്ല. ജീവിതം മുറിവുകളെ, വേദനകളെ സധൈര്യം ഏറ്റെടുക്കുന്നതിനായിട്ടും അതിൻ്റെ അർത്ഥത്തെ കണ്ടെത്തുന്നതിനായിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവമക്കളായിട്ട് ജീവിക്കുന്നതിനുമായി ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്.
ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഇവിടെ ധാരാളം അമ്മമാരിപ്പുണ്ട്. നിങ്ങളുടെ ഗർഭത്തിലൊരു ശിശു ഉരുവാകുന്നതായുള്ള അവസ്ഥ മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടാണ് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് എന്നത് നിങ്ങൾ സമ്മതിക്കുകയില്ലേ? നിങ്ങൾ കഴിക്കുന്നതായുള്ള ഭക്ഷണത്തിനൊരു പങ്ക് കുഞ്ഞിനാണ്. നിങ്ങൾ കുടിക്കുന്നതായുള്ള പാനീയത്തിൻ്റെ ഒരു പങ്ക് കുഞ്ഞിനാണ്. നിങ്ങൾ ശ്വസിക്കുന്നതായുള്ള ഓക്സിജൻ്റെ ഒരു പങ്ക് കുഞ്ഞിനാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ല. ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ നിങ്ങൾക്കല്ലേ പരിഭ്രാന്തി? കുഞ്ഞിനേക്കാൾ കൂടുതൽ സൗഖ്യം ലഭിക്കണം എന്നത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള നമ്മളുടെ ജീവിതചര്യ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഈ വേദനയിലൂടെയും ഈ സിക്നസ്സിലൂടെയും ഈ പ്രതിസന്ധിയിലൂടെയും ഈ വിഷമകരമായ ജീവിതത്തിലൂടെയും ജീവിതത്തിന് ഒരു മാധുര്യമുണ്ട്, ഒരർത്ഥമുണ്ട് എന്നതാണ്. ആ മാധുര്യത്തെ നൽകി കൊടുക്കുവാനായിട്ട് നമുക്കിടയാവണം. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ. ഒരു രീതിയിലും രക്തബന്ധത്തിൽ പെടാത്ത ഒരാളെയാണ് വിവാഹം കഴിക്കുവാനായിട്ട് സഭയും സമൂഹവും എല്ലാം അനുവദിക്കുന്നത്. മെഡിക്കൽ ഫീൽഡ് അങ്ങനെ പറയത്തുള്ളൂ, സഭയും അങ്ങനെ പറയത്തുള്ളൂ. രക്തബന്ധത്തിന് പുറത്തുള്ളതായ ആളിനെ വിവാഹം കഴിക്കണം. അപ്പോൾ നമ്മളുടെ ഭവനത്തിലുള്ള ആളുകളല്ല എന്നുള്ളതുകൊണ്ട് അറിഞ്ഞിട്ടില്ല, കാണാൻ തുടങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അറിയാൻ തുടങ്ങിയിട്ടുള്ളൂ. പിന്നീടാണ് ജീവിതം. ഇപ്പോഴൊക്കെ ഒത്തിരി ചോയ്സൊക്കെ ഉണ്ടെന്നറിയാം. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് പറയാനായിട്ടുള്ളത് ഇതാണ്: രക്തബന്ധത്തിൽപ്പെടാത്ത ഒരാളെ മാംസത്തിൻ്റെ മാംസമായും അസ്ഥിയുടെ അസ്ഥിയുമായും ഒക്കെ സ്വീകരിക്കുവാണ്ടൊക്കെ പാർട്ട്നേഴ്സായിട്ട്, ബെറ്റർ ഹാഫായിട്ട് ഒക്കെ സ്വീകരിക്കുകയും അതിലൂടെ രക്തബന്ധത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരു കുടുംബത്തിൽ സാധ്യമായിട്ട് തീരുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്നതായുള്ള പാഠം, നിനക്ക് പരിചയമില്ലാത്തതായിട്ടുള്ള ഒരാളെ നിനക്ക് ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ ഈ ലോകത്തിൽ നീ കാണുന്നതായുള്ള സഹോദരങ്ങളെയും സഹോദരികളെയും എല്ലാം സ്വീകരിക്കുവാനായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു മനസ്സ്, ഹൃദയം നിനക്കുണ്ടാവണമെന്നാണ്. ഇതാണ് ക്രിസ്തീയ ധർമ്മം. ഇതാണ് ക്രിസ്തീയ ധർമ്മം. ഒരു മനുഷ്യൻ്റെ വേദനയെ കണ്ട് കടന്നു പോവുകയല്ല. IAS ഓഫീസേഴ്സ് ആകാനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന, പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നതായുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ നിങ്ങൾ നല്ല സെമിനാരിക്കാരൻ്റെ ഉപമ ഒന്ന് ഡ്രമറ്റൈസ് ചെയ്യണം എന്നത് അവരോട് പറയുകയുണ്ടായി. എന്നിട്ട് അവരെ ഒരു സ്റ്റേജിലേക്ക്, ഒരു ഹാളിലേക്ക് അയച്ചു. അങ്ങനെ ഹാളിലേക്ക് ചെന്ന അവസരത്തിൽ അവിടെ രോഗിയായി അർത്ഥപ്രാണനായിട്ട് കിടക്കുന്ന ആരെയും കാണുന്നതിന് സാധിച്ചില്ല. അപ്പോൾ അവരെല്ലാവരും അമ്പരന്നു. എന്നാൽ അവർ പോയതായുള്ള വഴിയിൽ റോഡരികിൽ അപ്രകാരം ഒരാളെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ അവർ ഇഗ്നോർ ചെയ്തു. അപ്പോൾ എവിടെയാണ് നമ്മളുടെ ശ്രദ്ധ പോകേണ്ടത്? നമ്മളുടെ ശ്രദ്ധ പോകേണ്ടത് നാം ജീവിക്കുന്ന ജീവിത സരണിയിൽ തന്നെയാണ്. ഒരുപക്ഷെ അയൽവക്കത്തായിരിക്കാം, ഒരുപക്ഷെ കൂടെ വർക്ക് ചെയ്യുന്നതായിരിക്കാം, ഒരുപക്ഷെ സമൂഹത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളായിരിക്കാം. ബട്ട് ഗോഡ് ഈസ് ബ്രിങ്ങിങ് പീപ്പിൾ ഇൻ ടു അവർ വിസിനിറ്റി ഫോർ us to open our eyes and see, to open our ears and hear, to open our hearts and understand the heartbeats of the other person, and to love them, care for them. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അനുകരിക്കുവാണ്ടൊക്കെ താല്പര്യപ്പെടുന്നതായുള്ള നമുക്ക് ഈ ലോകത്തിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിപ്പാനായിട്ടിടയാവുന്നത്. ഈ മഹത്തരമായുള്ള ശുശ്രൂഷയിലേക്കാണ് ദൈവം വ്യക്തികളായിട്ടും കുടുംബമായിട്ടും എല്ലാം നമ്മെ ക്ഷണിച്ചിരിക്കുന്നത് എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സഭയിലെ ഏറ്റവും ഉത്തമനായിട്ടുള്ള നല്ല ഒരു പട്ടക്കാരനായി വളർന്നു വരുവാനൊക്കെ സ്റ്റാൻലി മാത്യു ജോൺ അച്ഛന് സഹായമായി തീരട്ടെ എന്നത് ഈ അവസരം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നിയോഗിക്കുകയും ചെയ്യുന്നു. ഈപ്പൻ എബ്രാച്ചനുമായിട്ടുള്ള ബന്ധം വളരെ ഏറെ വർഷങ്ങളുള്ളതായിട്ടുള്ള ബന്ധമാണ്. ഞാൻ പറയുന്നതിനായിട്ട് തുടങ്ങിയാൽ അച്ഛൻ പറഞ്ഞ പോലെ ഉടനെ ഒന്നും പറഞ്ഞു തീർക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ അച്ഛൻ്റെ ഇവിടെയുള്ള ശുശ്രൂഷ
ഈ ഇടവയ്ക്കേറെ ധന്യമായി തീരട്ടെ എന്ന് ചെറിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ശുശ്രൂഷയും ദൈവം ശക്തീകരിക്കട്ടെ എന്നത് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. നിങ്ങൾ നൽകിയ അനുമോദനത്തെ നന്ദി പറയുന്നു. നിങ്ങൾ തന്നതായുള്ള മാലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ വില എന്നാന്ന് ഒന്നും എനിക്കറിയാനായിട്ട് പാടില്ല. എന്നാൽ അതിനേക്കാളിലൊക്കെ നിങ്ങളുടെ സ്നേഹത്തിനാണ് വില എന്നത് ഞാൻ മനസ്സിലാക്കുകയും അതുകൊണ്ടാണ് ഞാൻ ഇട്ടിരുന്നതായുള്ള നല്ല മാലയാണ് മാറ്റിവെച്ചത്. മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾ തന്നതായുള്ള മാല ഇടുന്നതിനെ